ആഗോള റബ്ബർ വിപണിയിൽ വിലയിടിവിന്റെ കരിനിഴൽ വീഴുമ്പോഴും കേരളത്തിലെ കർഷകർക്ക് സുവർണകാലം. ആഭ്യന്തര വിപണിയിൽ കിലോഗ്രാമിന് 280 രൂപയ്ക്ക് മുകളിലായി തുടരുകയാണ് റബ്ബർ വില. മികച്ച വിലയും അനുകൂല കാലാവസ്ഥയും സർക്കാരിന്റെ ഉൽപാദന പ്രോത്സാഹന പദ്ധതികളും ഒത്തുചേർന്നതോടെ വർഷങ്ങളായി കാടുമൂടിക്കിടന്നതും അവഗണിക്കപ്പെട്ടിരുന്നതുമായ നിരവധി റബ്ബർ തോട്ടങ്ങളിൽ വീണ്ടും ടാപ്പിംഗ് തുടങ്ങി. RSS-4 റബ്ബറിന് കിലോഗ്രാമിന് ഏകദേശം 284 രൂപ വരെയാണ് നിലവിൽ ലഭിക്കുന്നത്. അന്താരാഷ്ട്ര വിപണിയിൽ റബ്ബർ നിരക്കുകളേക്കാൾ ഉയർന്ന നിരക്കാണിത്. ഒരാഴ്ച മുൻപ് വരെ അന്താരാഷ്ട്ര വിലയായിരുന്നു മുകളിൽ. നിലവിൽ ബാങ്കോക്ക് വില കിലോഗ്രാമിന് 270 രൂപയിലാണ്. സാധാരണയായി ആഗോള വിപണിയിലെ വിലക്കയറ്റ ഇറക്കങ്ങളാണ് നാടൻ റബ്ബർ വിലയെ നിയന്ത്രിക്കാറുള്ളത്. എന്നാൽ ഇന്ത്യയിലെ ശക്തമായ ആഭ്യന്തര ഡിമാൻഡും ടയർ വ്യവസായ മേഖലയുടെ കുതിപ്പുമാണ് വിപണിക്ക് കരുത്താകുന്നത്. പ്രധാന റബ്ബർ ഉൽപാദക രാജ്യങ്ങളായ തായ്ലൻഡ്, ഇന്തോനേഷ്യ, വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങളിലെ ഉൽപാദനം വർദ്ധിച്ചതും ആഗോള വിപണിയിൽ ലഭ്യത കൂട്ടിയിട്ടുണ്ട്. അതേസമയം ലോകത്തെ ഏറ്റവും വലിയ റബ്ബർ ഉപഭോക്താക്കളിലൊന്നായ ചൈനയിലെ വാഹന ടയർ വ്യവസായ മേഖലയിലെ ആവശ്യകത പ്രതീക്ഷിച്ചതുപോലെ ശക്തമല്ലാത്തതും അന്താരാഷ്ട്ര വിലയെ സമ്മർദ്ദത്തിലാക്കുന്നു. രാജ്യത്ത് പ്രകൃതിദത്ത റബ്ബറിന്റെ ഉപഭോഗം വർഷങ്ങളായി ഉയർന്നുവരികയാണ്, പ്രത്യേകിച്ച് ടയർ നിർമ്മാണ കമ്പനികളിൽ. വാഹന വ്യവസായം, വ്യാവസായിക റബ്ബർ ഉൽപ്പന്ന നിർമ്മാതാക്കൾ എന്നിവരുടെ സ്ഥിരതയുള്ള വാങ്ങലാണ് വിപണിക്ക് കരുത്താകുന്നത്. അതേസമയം ആഭ്യന്തര ഉൽപാദനം ആവശ്യത്തിന് ഉയരാത്ത സാഹചര്യത്തിൽ ഇറക്കുമതിയെ ആശ്രയിക്കേണ്ടി വരുന്നുണ്ട്. എന്നാൽ ഉയർന്ന ഇറക്കുമതി ചെലവും മറ്റു ഘടകങ്ങളും ആഭ്യന്തര റബ്ബറിന്റെ മത്സരക്ഷമത വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇതാണ് കേരളത്തിലെ വിപണി മികച്ച വില ലഭിക്കുന്നതിന് സഹായിക്കുന്ന പ്രധാന കാരണങ്ങളിലൊന്ന്. ന്യൂസ് ഡെസ്ക് കേരള പ്രണാമം.